ഹായ് എവരിവൺ, പൈത്തൺ ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമൻറ്റ് വേരിയബിൾ എന്നിങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡാറ്റ ടൈപ്പിനെ പറ്റിയാണ്. ആദ്യമായി ചർച്ച ചെയ്യുന്നത് ഡാറ്റ ടൈപ്പിനെ പറ്റിയാണ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ലാംഗ്വേജിലും ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ പൈത്തണിലും ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ വേരിയബിളിലും കുറേ ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ ഡാറ്റാസ് എന്ന് പറയുന്നത് പലതരമായിരിക്കും. ഈ പലതരം ഡാറ്റയ്ക്കും പലതരം ഉപയോഗമായിരിക്കും. അപ്പോൾ ഈ ഡാറ്റ ടൈപ്സും അതുപോലെ തന്നെയാണ്. ഓരോ ഡാറ്റ ടൈപ്പിനും ഓരോ ഉപയോഗമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള 3 ഡാറ്റ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ സ്ട്രിങ്, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് STR ആണ്. ഇപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ക്യാരക്ടർ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. അതേപോലെ നമ്മൾ അടുത്തതായി പഠിക്കുന്നത് ഇൻറ്റീജർ മീൻസ് ന്യൂമറിക് വാല്യൂ, ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത അക്കങ്ങളെയാണ് ഇൻറ്റീജർ എന്ന് പറയുക. അടുത്തൊരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ടാണ്, ഡെസിമൽ വാല്യൂ ഉള്ള അക്കങ്ങളെ അങ്ങനെയാണ് ഫ്ലോട്ട് എന്ന് പറയുക. പിന്നെ ഒരു ഡാറ്റ ടൈപ്പ് ഉള്ളത് കോംപ്ലക്സ്. പിന്നെ അടുത്തായി പഠിക്കാനുള്ള ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയൽ പാർട്ടിൻ്റെയും ഒരു ഇമാജിനറി പാർട്ടിൻ്റെയും സമ്മായിരിക്കും കോംപ്ലക്സ് നമ്പർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്തിലൊക്കെ നമ്മൾ 3 + 5i ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിൽ നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നത് ഐക്ക് പകരം j ആണ്. അപ്പോൾ z = 1j. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന് എക്സാമ്പിൾ. ഒരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടുള്ള നമ്പറാണ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 3 ഡാറ്റ ടൈപ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കൂടാതെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇൻബിൽഡായിട്ട് പൈത്തണിൽ കുറച്ച് ഡാറ്റ ടൈപ്പ് ഉണ്ട്. അത് സീക്വൻസ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ്, ടുപ്പിൾ, റേഞ്ച് ഇതൊക്കെയാണ്. പിന്നെ മാപ്പിംഗ് ടൈപ്പ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്റ്റ് അഥവാ ഡിക്ഷണറി ടൈപ്പ്. പിന്നെ സെറ്റ് ടൈപ്പ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതിന് സെറ്റും ഫ്രോസൺ സെറ്റും വരും. അതേപോലെ തന്നെ ബൂലിയൻ ഡാറ്റ ടൈപ്പ്. ബൂലിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യുള്ളൂ, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഒരു ഫോൾസ്. പിന്നെ ബൈനറി ടൈപ്പ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതാണെങ്കിൽ ബൈറ്റ്സ്, ബൈറ്റ് അറേ, മെമ്മറി. ഇത് 3ആണ് ബൈനറി ടൈപ്പ് ഡാറ്റ ടൈപ്പ്. അതിൽ ബൈറ്റിൻ്റെയും ബൈറ്റ് അറേയുടെയും ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബൈറ്റ് അറേ വൺസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം. നമുക്ക് ബേസിക് എന്നായിരിക്കും നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയലിൽ അത്യാവശ്യം വരുന്ന ഡാറ്റ ടൈപ്പ് ഈ സ്ട്രിങ്, ഇൻറ്റീജർ, ഫ്ലോട്ട് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ A = ഒരു നെയിം. നമുക്കിതിൻ്റെ ടൈപ്പ് പറയാനായിട്ട് പ്രിൻ്റ് ടൈപ്പ് ഓഫ് A എന്ന് കൊടുത്താൽ ഇതിൻ്റെ ടൈപ്പ് എന്താണെന്ന് ഓട്ടോമാറ്റിക് കാണാം. അപ്പോൾ ക്ലാസ് സ്ട്രിങ് മീൻസ് ഇതൊരു സ്ട്രിങ് അഥവാ ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ്. എയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ. അപ്പോൾ ഈ ക്യാരക്ടർ മാറ്റി നമ്മൾ ഒരു ന്യൂമറിക് കൊടുത്തു. അപ്പോൾ ഇന്ന് പറയുന്നൊരു ഇൻറ്റീജർ വാല്യൂ ആണ്. അതേപോലെ നമ്മൾ ഒരു ഡെസിമൽ പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ ഏത് ഡാറ്റ ടൈപ്പിൽ പെടുന്ന വേരിയബിൾ ആണെന്ന് നമുക്ക് അറിയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഡാറ്റ ടൈപ്പിലുള്ളൂ. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഇൻറ്റീജർ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആൻഡ് സ്ട്രിങ് ആണ്. പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രിങ് ഒരു ഇൻറ്റീജറോ ഫ്ലോട്ടിംഗ് വാല്യൂ ആയിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ഇൻറ്റീജറിനെ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു എക്സാമ്പിളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, ഇനി നമുക്ക് സ്ട്രിങ്സിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിലേക്ക് ഒരു വേരിയബിളിലേക്ക് എങ്ങനെയാണ് സ്ട്രിങ് അസൈൻ ചെയ്യുക എന്ന് നമ്മൾ കണ്ടായിരുന്നു. ജസ്റ്റ് ഒരു വേരിയബിൾ = ഒരു സ്ട്രിങ്. ഇതാണ് ഒരു സ്ട്രിങ്ങിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്ന മെത്തേഡ്. ഇനിയിപ്പോൾ ഒരു മൾട്ടി ലൈൻ സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഒറ്റ ലൈനിലല്ല, ഒരു 3-4 ലെങ്ത് ഉള്ള ഒരു ലൈനിലേക്കുള്ള ഒരു സ്ട്രിങ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ
3 ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അടിയിലേക്ക് വരത്തക്ക രീതിയിൽ നമുക്ക് ചെയ്താൽ അതിനെ വലിയൊരു സ്ട്രിങ്ങിന് നമുക്ക് എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഡബിൾ കോട്ട്സ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത് അറേ ആയിട്ടാണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ ഡാറ്റ ഉണ്ട്. നമ്മൾ എ ഈക്വൽ ടു പ്രിന്റ് എ ഓഫ് 2. ഇതിപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് അറേയിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്, പിന്നെ 1 2 3 അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് ഓരോ വേർഡിനായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഡെക്സ് ആണ്. ഇപ്പോൾ നമുക്ക് 4 എന്ന് ടൈപ്പ് ചെയ്താൽ ഈ വരും, മീൻസ് 0 1 2 3 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ആവുന്നത്. ഇപ്പോൾ നമുക്ക് ഓരോ വേർഡായിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഒരു സ്ട്രിങ്ങിന് നമ്മൾ എടുക്കാൻ നോക്കാം. ഫോർ എക്സ് ഇൻ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾ ഒരു കോളൻ എൻ്റർ അടിക്കുക. അത് കഴിഞ്ഞ് പ്രിന്റ് എക്സ്. ഓക്കെ, ഇപ്പോൾ ഈ വന്നേക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലൊരു പ്രിന്റ് ഒരു ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഒന്നുകൂടി റൺ ചെയ്യാം. ഇപ്പോൾ ആപ്പിൾ ഓരോ വേർഡായിട്ട് നമുക്ക് ആ ഫോർ ലൂപ്പിൽ വരും. അപ്പോൾ ഫോർ ലൂപ്പ് എന്താണെന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് എയിലെ വാല്യൂ സ്റ്റോർ ചെയ്തു. ഫോർ ലൂപ്പ് ആയതുകൊണ്ട് ഓരോത്തിനും ഐട്രേറ്റ് ചെയ്ത് ഓരോ ഇൻഡെക്സിലുള്ള ഡാറ്റേൻ്റെ അടുത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യിച്ചു. ഇത്രയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ലൂപ്പിംഗ് ത്രൂ സ്ട്രിങ് എന്ന് പറയും. ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനുള്ളിൽ ഒരു വേർഡോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് ആപ്പിൾ എന്ന് പറഞ്ഞൊരു ഡാറ്റയുണ്ട്. അപ്പോൾ ആ ഡാറ്റയ്ക്കകത്ത് എ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇഫ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇപ്പോൾ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇൻ എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡ് വെച്ചാൽ നമ്മൾ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇൻ നമ്മുടെ വേരിയബിൾ നെയിം എ. അപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രിന്റ് ഫൗണ്ട് ഞാൻ പ്രിന്റ് ചെയ്യിച്ചു. അപ്പോൾ നമുക്ക് അല്ല ഫൗണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഇല്ലാത്ത ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഓ സെഡ്. ആ പ്രോഗ്രാം എക്സിറ്റാണ് ചെയ്തത്. അപ്പം നമ്മൾ അതിന് എന്താ ചെയ്യാന്നൊക്കെ സാധാരണ ചെയ്യാറുള്ളത് എൽസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൂടി കൊടുക്കും. അപ്പോൾ എൽസ് ആണെന്നുണ്ടെങ്കിൽ പ്രിന്റ് നോട്ട് ഫൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരു ഡാറ്റേനെ സെർച്ച് ചെയ്യുന്നത്.
ഇതിനെ സ്ട്രിങ് ചെക്ക് ചെയ്യാന്ന് പറയും നമ്മൾ. ജസ്റ്റ് ഒരു ഇതിൽ സ്ട്രിങ് ഉണ്ടോന്ന്. അതേപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് ഇല്ല എന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പോൾ നോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെഡ് നോട്ട് ഇൻ എ ആണെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നും, അല്ലാന്നുണ്ടെങ്കിൽ ഫൗണ്ട് എന്നും കാണിക്കാം. നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ ഫൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് മെത്തേഡാണുള്ളത്. അപ്പോൾ ഇതാണ് സ്ട്രിങ്. ഇനി സ്ട്രിങ്ങിനെ നമുക്ക് ഇൻഡെക്സ് വെച്ച് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പാർട്ട് മതി. ഇപ്പോൾ ആപ്പിളിൻ്റെ നമുക്ക് പി എന്ന് പറയുന്ന ആ ഒരു 2 വേർഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ 2 ആൽഫബറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലൈസിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പ്രിൻ്റ് വേരിയബിൾ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കുകയാണ്. എവിടെ നിന്ന് തൊട്ട് എവിടം വരെ ഉള്ളതാണ്. അപ്പം നമ്മൾ 2:5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അത്തരം ഡാറ്റാസ് ഇല്ല, ജസ്റ്റ് 1:3 എന്ന് കൊടുത്തു. നമ്മൾ കൊടുത്തത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാം. 2P എന്ന് പറയുന്ന ആ വേർഡ്സിനെ അല്ലെങ്കിൽ ആൽഫബറ്റിനെ കിട്ടി. വേർഡ് അല്ല ആൽഫബറ്റിനെ. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 0, 1, 2, 3, 4 ഇതായിരിക്കും നമ്മുടെ ഇൻഡെക്സ്. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 1 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ 0 കഴിഞ്ഞ് 0 എന്ന് പറയുന്നത് എ, 1 എന്ന് പറയുന്നത് പി. ആ പീനെ പുറത്തേക്ക് എടുത്തു. പി തൊട്ട് 3 വരെ, 3നെ ഇൻക്ലൂഡ് ചെയ്യില്ല, 3 വരെ. അപ്പോൾ 0, 1, 2, 3 എന്ന് പറയുന്നത് എല്ലാമാണ്. ആ 3നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, 3 വരെ ഉള്ളതിന് എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് 2P എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടി. ഇതിനെ സ്ട്രിങ് സ്ലൈസിങ് എന്ന് പറയും. സ്ട്രിങ്ങിനെ സ്ലൈസ് ചെയ്യാന്ന് പറയും. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു തുടക്കം മുതലേ ഇത്രയും ഇൻഡെക്സ് വരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ഇൻഡെക്സ് കൊടുക്കാതെ എവിടം വരെ ഉള്ളതാണോ വേണ്ടത് അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇപ്പോൾ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 തൊട്ട് 3 വരെ ഉള്ളത് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ തുടക്കത്തെ ഒരു 2 അക്ഷരം വേണ്ട. അപ്പോൾ നമ്മൾ 2 കൊടുത്തു. 0യും 1ഉം 2ഉം വേണ്ട, 3 അക്ഷരം വേണ്ട, ബാക്കിയെല്ലാം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PLE ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് തുടക്കത്തെ 2 അക്ഷരം വേണ്ട, ബാക്കിയുള്ളത് മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇത് നെഗറ്റീവ് ഇൻഡെക്സിലും വർക്ക് ചെയ്യും. നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 0, 1, 2, 3, 4 ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് -1, -2, -3, -4, -5 ആയിരിക്കും ഇതിൻ്റെ ഇൻഡെക്സ്. പിന്നെ റിവേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ L കിട്ടി, L എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -2 എന്ന് പറയുന്നത്, ഇത് E എന്ന് പറയുന്നത് -1ഉം L എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് കൊടുത്തത് -2 ആയതുകൊണ്ട് നമുക്ക് -2ലുള്ള ആ ഒരു ലെറ്റർ എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ ആ ലെറ്റർ കിട്ടി. ഇതാണ് സ്ട്രിങ് സ്ലൈസിങ് എന്ന് പറയുക. ഇനിയിപ്പോൾ മോഡിഫൈ ചെയ്യുക മീൻസ് ഇപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രിങ്സ് ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ, ഇതിനെ നമുക്ക് അപ്പർ കേസ് ആക്കണം. ഇതിനെ അപ്പർ കേസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a.upper ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്യാണ്. നമുക്ക് അതിനെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടി. അതേപോലെ തന്നെ ഒരു ലോവർ കേസിലേക്കാണ് ഇവിടെ ഈ ഒരു ഇതെന്ന് പറയുന്നത് ക്യാപ്പിൽ കൊടുത്തു. നമുക്കിതിനെ ലോവർ കേസിലേക്കാണ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ അപ്പറിന് പകരം ലോവർ എന്ന് കൊടുത്താൽ മതി.
അപ്പോൾ ആ ക്യാപ്പുള്ള പിയും പോയി നമുക്ക് ലോവർ കേസിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു വേർഡിൻ്റെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് സ്പേസ് ഉണ്ട്, ബാക്കിലും കുറച്ച് വൈറ്റ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് സ്പേസ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രൈപ്പാണ്. സ്ട്രൈപ്പ്, ആ മെത്തേഡിൽ നമ്മൾ സ്ട്രൈപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈറ്റ് സ്പേസ് കളഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആണ്. അപ്പോൾ ഈ സ്പ്ലിറ്റ് മെത്തേഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ സ്പ്ലിറ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൺജഷൻ അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടറിനെ ഡബിൾ കോട്സിനുള്ളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനുള്ളിൽ. അപ്പോൾ ആ ഒരു ഇത് വരുന്നതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതിനും അത് കഴിഞ്ഞിട്ടുള്ളതിനും രണ്ടിനും രണ്ട് വാല്യൂസ് ആക്കിയിട്ട് നമ്മൾ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എസ്കേപ്പ് ക്യാരക്ടറാണ്. എസ്കേപ്പ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എസ്കേപ്പ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എ ഈക്വൽ ടു ഐ നമ്മൾ ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ ഇതിൽ ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ വേറൊരു ഡബിൾ കോട്സ് ഉണ്ട്. ഇത് നമ്മൾ പ്രിൻ്റ് എ എന്ന് കൊടുത്താൽ നമുക്ക് ഇൻവാലിഡ് സിൻടാക്സ് എറർ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ കോട്സ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ആണ്. എസ്കേപ്പ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക് സ്ലാഷ് ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ ഇതിന് തൊട്ട് ഫ്രണ്ടിലൊരു ബാക്ക് സ്ലാഷും ഈ ഒരു ഇൻവെർട്ടഡ് കോമയുടെ തൊട്ട് ഫ്രണ്ടിൽ മറ്റൊരു ബാക്ക് സ്ലാഷ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻവെർട്ടഡ് കോമ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കണമായിരുന്നു. അപ്പോൾ അത് വന്നു. അപ്പോൾ നേരത്തെ വരാണ്ടിരുന്നത് അത് ഒരു സിൻടാക്സ് എറർ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സാണ് എസ്കേപ്പ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അതിന് വേറെ കുറച്ച് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ന്യൂ ലൈനിലേക്ക് വരണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് /n ആണ്. /n. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ /n കൊടുത്തു, റൺ ചെയ്യും. അപ്പോൾ ഐ ആം അഖിലൻ ഫ്രം കഴിഞ്ഞിട്ട് നമ്മൾ /n കൊടുത്തു തരണം. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം അടുത്തൊരു വരിയിലേക്ക് വന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ന്യൂ ലൈനിലേക്ക് വരാനുള്ള ഒരു എസ്കേപ്പ് ക്യാരക്ടറാണ്. ഇനിയിപ്പോൾ ബാക്ക് സ്പേസിനാണെങ്കിൽ നമുക്ക് അതേപോലെ കുറേ എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡബിൾ ബാക്ക് സ്ലാഷ് വിത്ത് സിംഗിൾ കോട്ട്സ്, അപ്പോൾ /t അതൊക്കെ ടാബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുറേ എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാണ്. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല അതിനെപ്പറ്റി. പിന്നെ സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ
നമുക്ക് ഇൻഡെക്സ് കിട്ടാനോ അല്ലെങ്കിൽ അപ്പറയിലേക്ക് ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അതേപോലെ തന്നെ കുറേ മെത്തേഡ്സും ഉണ്ട്. അതും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഫോർമാറ്റിങ്, എൻകോഡ്, അതേപോലെ ഫൈൻഡ്, ഇൻഡെക്സ്, ദെൻ ടൈറ്റിൽ, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ഞാനെല്ലാം വിവരിക്കുന്നില്ല. അതായത് നമുക്ക് ബൂലിയൻ എന്താണെന്ന് പരിചയപ്പെടാം. ബൂലിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ അത് 2 വാല്യൂസാണ് നമുക്ക് തരുള്ളൂ, ഒന്നല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് പ്രിൻ്റ് 10 ലെസ് ദാൻ 5. ഓക്കെ, നമ്മൾ ഇത് റൺ ചെയ്തു. ഇത് റൺ ചെയ്യുമ്പോൾ ഫോൾസ്, കാരണം നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. 10 എന്ന് പറയുന്നത് 5-നേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്തു. 10 എന്ന് പറയുന്നത് 5-നേക്കാളും ചെറുതല്ല വലുതാണ്, അപ്പോൾ അതൊരു ഫോൾസ് കണ്ടീഷനായി. അപ്പോൾ നമുക്കതിന് ഫോൾസ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇതൊരു ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അപ്പോൾ ബൂലിയൻ എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ ടൈപ്പിൽ ഭൂരിഭാഗം കണ്ടീഷനും ട്രൂ ആണ് വരാറ്. ഇനിയിപ്പോൾ ഫോൾസ് വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഞാൻ പറയാം. എംപ്റ്റി സ്ട്രിങ് മീൻസ് ഇപ്പോൾ ഇതേപോലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടല്ല, അല്ലാതെ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സ്ട്രിങ് എംപ്റ്റി ആണെങ്കിൽ അത് ഒരു ഫോൾസ് കണ്ടീഷൻ ആയിരിക്കും വരാം. അതേപോലെ തന്നെ ഒരു നമ്പർ 0 ആവുന്ന ഒരു കേസിൽ ഫോൾസ് കണ്ടീഷനാണ് വരിക. അതേപോലെ തന്നെ ഒരു എംപ്റ്റി ലിസ്റ്റോ ടുപ്പിളോ സെറ്റോ ഡിക്ഷണറിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്ക് ഫോൾസ് കണ്ടീഷനാണ് വരിക. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻസിലാണ് നമുക്ക് ഇപ്പോൾ സാധാരണ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ ഫോൾസ് കണ്ടീഷൻ വരുന്നത്. അതേപോലെ തന്നെ നൺ, പിന്നെ ഇതും നൺ എന്ന് പറയുന്നതും ഫോൾസ് എന്ന് പറയുന്നതും ഫോൾസ് കണ്ടീഷൻ തന്നെ വരുന്ന 2 കണ്ടീഷൻസും കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബൂലിയൻ ഡാറ്റ ടൈപ്പിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.